ചപ്പാത്തി കടലക്കറി. അടിപൊളി കടലക്കറിയാണല്ലോ. ഇത് എവിടുന്നാ, ഏത് ഹോട്ടലിൽ നിന്നാണ് മേടിച്ചേ? നമ്മളെന്തിനാ ഹോട്ടലിലേക്ക് പോകുന്നത്? നമുക്കറിയാത്ത കാര്യങ്ങളുണ്ടോ? എല്ലാം ഇവിടെ ഉണ്ടാക്കിയാണ്. നമ്മുടെ ഇവിടോ? അല്ല പിന്നെ അതുകൊള്ളാമല്ലോ, സാധനം അടിപൊളിയാണല്ലോ. ഇത് നമുക്കൊന്ന് എങ്ങനെയാന്ന് പഠിക്കാൻ പറ്റുമോ? ഇത് നോക്കാം, നമുക്കൊരു പരീക്ഷണം നോക്കാം. കാണാൻ പറ്റും അല്ലേ? പിന്നെ അതുപോലെ ഇനി ചപ്പാത്തി ഇടുന്ന ആൾക്കാരാ ഊട്ടയിട്ടെ. അത് ജാഫറിന്റെ കലാവിരുദ്ധമാണ് ആണല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ കടലക്കറി ഇത്രയും ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടേക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കടലക്കറിയാണ്. അത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ വെള്ളത്തിൽ കുതിക്കാൻ വെച്ചിരുന്ന കടലയാണ് വൃത്തിയാക്കിയത്. കടല, പിന്നെ അതുപോലെ തന്നെ ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കാളി, കറിവേപ്പില, കിഴങ്ങ്, ഒരു 4 പച്ചമുളക്, സവാള ചെറുതായി അരിഞ്ഞത്, കൊച്ചുള്ളി, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി. ആദ്യം നമുക്ക് ഈ കടല ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി നമ്മൾ കുക്കറിൽ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടല ഇടുക. 1 ടേബിൾ സ്പൂൺ ഉപ്പിടുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കിഴങ്ങിടുക. തക്കാളി, കറിവേപ്പില, പച്ചമുളക്, നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ആ സവാളയും കൂടെ അതിൻ്റെ അകത്ത് ഇടുക. ഇത് വേവാനായിട്ട് നമുക്കൊരു 4 വിസിൽ അടിക്കേണ്ടി വരുവേ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ നമ്മൾ വറുത്തെടുക്കാനായിട്ട് പോവുകയാണേ. കുറച്ച് നല്ല ശുദ്ധമായ നെയ്യ് ഒന്ന് ഒഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടുവേ. നമ്മുടെ തേങ്ങ നല്ലപോലെ വറുത്തെടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ശകലം പെരിഞ്ചീരകം, കുറച്ച് ഗരം മസാല, അതിലേക്ക് ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, നമുക്കൊരു 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്. ഇതിന് എരിവില്ല കേട്ടോ. ഇത് ആവശ്യമുള്ളവർക്ക് ചേർക്കാൻ കേട്ടോ, ഇത് ഓപ്ഷണലാണ്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം, കാരണം ഇതിൻ്റെ പച്ചമണം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ മിക്സിക്കകത്തിട്ട് നല്ല കുഴമ്പ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വെന്തിരിക്കുന്ന കടല, അതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്ന നമ്മുടെ തേങ്ങയുടെ അരപ്പ് ചേർക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു 2 മിനിറ്റ് കൂടെ ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാവേ. നമുക്കപ്പോൾ ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാണ്. അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ കടുക് പൊട്ടിക്കാനായിട്ട് ഇടുകയാണ് ആവശ്യത്തിന്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് ഇടുകയാണ്. അപ്പോൾ നമ്മുടെ കടുവും വറ്റൽമുളക് റെഡി ആയിട്ടതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കൊച്ചുള്ളി അതിലേക്ക് ഇടുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി. ചിലപ്പോൾ ഇത് 3ഉം കൂടെ നമ്മൾ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ചെറിയ ഉള്ളി നമ്മൾ അധികം ചെറുതാക്കാതെ ഒന്ന് ഇതുപോലെ ഒന്ന് വരട്ടി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ കടുവെല്ലാം വറുത്ത് സെറ്റായിട്ടുണ്ട്. അത് നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ ഒഴിക്കുകയാണ്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം കേട്ടോ. മല്ലിയില വെറും സ്റ്റൈലിന് ഇടുന്നതല്ല കേട്ടോ, മല്ലിയിലയ്ക്ക് ഭയങ്കര ഗുണങ്ങളുള്ള കേട്ടോ.